ഇനി മനസ്സിലാക്കാനുള്ള ഈ വാള് പിടിക്കുന്നതിന് എന്താ തെളിവ്? ഒരാൾക്ക് വാള് പിടിക്കാറുണ്ട്. വാള് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിലെ പല മഹല്ലുകളിലും വാള് എന്ന് പറയാ രൂപം വാളാണ്. എന്നാ അത് വാളല്ല, അത് ഒറിജിനൽ വാളല്ല, ഒരു മരവടിയാണ്. ചിലയിടത്തൊരു കമ്പിയാണ്. നമ്മൾ ഈ വടി പിന്നെ ഈ കൊടന്റെ കമ്പി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കുത്തി നടക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഇങ്ങനെ എന്താ സൗകര്യം? ചില ഹസീന്മാര് സൗകര്യം കാണാണ്. അപ്പൊ ഈ ഏടിങ്ങനെ മറിക്കേണ്ട നേരത്തെ ഒരു കയ്യിൽ നിന്ന് ഇവിടെ ഇങ്ങനെ കൊളത്തിടാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കൊളത്തുള്ള രൂപത്തിലുള്ള പൊടിയുള്ളൂ. വേറെ ചില ഇമാമിങ്ങൾ എന്ത് ചെയ്യും? ഏട് മറിക്കുന്ന നേരത്തെ ഇത് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ തൊക്കിലിന് വെക്കല. അപ്പോഴാണ് ഒരു മഹലിൽ നിന്ന് താഴത്തെ കൊണ്ടപ്പോ അതിൻ്റെ എടുത്തോ എന്ന് മലയാളം പറഞ്ഞത്. അപ്പോഴവിടെ പ്രശ്നമായത്. ഇത് വീണപ്പോ അതിൻ്റെ എടുത്തോ എന്ന് പറഞ്ഞ്. കാരണം ഹൂദ് എന്ന് പറഞ്ഞപ്പോ മനസ്സിലാകണ്ടേ? അതിന്റെ എടുത്തറാന്ന് പറഞ്ഞു. അതായത് ഹത്തീബ് ഇമ്പറമെന്ന് മലയാളം പറഞ്ഞു പ്രശ്നമായി. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ വാളിന്റെ സമ്പ്രദായം എവിടുന്നാ വന്നത്? അറബികൾക്കൊരു സമ്പ്രദായന്റെ ഒരു പ്രസംഗം നിർവഹിക്കുമ്പോൾ എന്തുമെങ്കിലും ഒന്ന് ഊന്നി നിന്നിട്ടായിരുന്നു പ്രസംഗിച്ചിരുന്നത്. താരീഖിന്റെ കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആര്? കാഫിറുകളായ ഹത്തീബ്മാര് വരെ വലിയ വലിയ പ്രശസ്തന്മാരായ ഹത്തീബുമാരുണ്ടായിരുന്നു. ഇത് വെള്ളിയാഴ്ച ഹത്തീബ്മാരല്ല, പ്രാസംഗികന്മാർ. അറബികളിൽ നല്ല വാചാലതയുള്ള കവികൾ, പ്രാസംഗികന്മാർ. ഇപ്പൊ താരീഖുൽ അറബിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരിലെ ഏറ്റവും വലിയ പ്രഗത്ഭരായ പ്രാസംഗികന്മാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒരു വില്ലോ ഒരു വടിയോ എന്തുമേലെ കൂന്നി നിന്നുകൊണ്ടായിരുന്നു അവർ പ്രസംഗിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അങ്ങനെ ചെയ്തിരുന്നു എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നബിയുടെ നബി ജുമാ നിർവഹിക്കാൻ തുടങ്ങിയ കാലത്ത് തന്നെ അന്ന് മിമ്പർ ഉണ്ടായിട്ടില്ല. ഒരു ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കും, അവിടെ നിന്ന് പ്രസംഗിക്കും. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഒരാൾക്ക് തോന്നി ഒരു മിമ്പർ ഉണ്ടാക്കി തന്നാട്ട് നബി എന്ന് ചോദിച്ചു. നബി സമ്മതിച്ചു. അങ്ങനെയാണ് നബിക്ക് ഒരു മിമ്പർ ഉണ്ടാകുന്നത്. ആ മിമ്പർ നിർമ്മിച്ചതിന്റെ ശേഷം നബി ഇങ്ങനെ ഒരു വില്ലിന്മേലോ വടിയിന്മേലോ ഊന്നിരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പ്രത്യേകം സാദുൽ മആദ് എന്ന കിതാബിലൊക്കെ നമുക്ക് ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിലൊക്കെ അങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ മിമ്പർ ഉണ്ടാകുന്ന സമയത്ത് എന്തുമെങ്കിലും ഊന്നി നിൽക്കുക സൗകര്യത്തിന് എന്നല്ലാതെ ആ സൗകര്യം ഉള്ളയിടത്ത് നമ്മൾ ഇത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഇത് ആ രൂപത്തിൽ തന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അയിമ തന്നെ അങ്ങനെ കുത്തി നിൽക്കൊന്നുമില്ല. അതിങ്ങനെ ഒന്ന് കയ്യിലുണ്ടാവണം എന്ന നിലക്ക് അതൊരു സുന്നത്താണ്. അതില്ലെങ്കിൽ ദീനിൽ അത് ചെയ്യാത്ത ആൾക്കാർ വെട്ടിച്ചുരുക്കിയവരാണ് എന്നൊക്കെ അഭിപ്രായം പറയുന്നത് തീവ്രവാദമാണ്. എന്ന് പറഞ്ഞാൽ അതിന് മാത്രം അത് ഒരു സമ്പ്രദായമായിട്ടോ അല്ലെങ്കിൽ എല്ലാ കാലത്തും നിർവഹിക്കേണ്ട ഒരു കാര്യമായിട്ടോ പ്രവാചകനത് പഠിപ്പിച്ചിരുന്നതായി സ്വഹീഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. അതാണ് ഈ വാളെടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചില അബദ്ധങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. ചില കിതാബുകളിലൊക്കെ കാണാം ഖതീബ് ഇങ്ങനെ വാള് ഊന്നി എന്ന് പ്രസംഗിക്കണം, വാളന്നെ എന്ന് പറഞ്ഞു. എന്തിനാത്? അതിലൊരു ഇശാറത്തുണ്ട് എന്നും പറഞ്ഞു കാണാം. എന്ത്? ഈ ദീന് പ്രചരിപ്പിച്ചത് വാളുകൊണ്ടാണ് എന്നൊരു സൂചന അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ചില കിതാബുകൾ കാണുന്നത് ശരിയല്ല. അത് അപകടം വരുത്തി വെക്കും. ചില ആൾക്കാർ മനസ്സിലാക്കിയാൽ എന്താ പറയുക, ഇപ്പോഴും ചില ആൾക്കാർ പറയുന്നത് വാളുകൊണ്ട് പ്രചരിപ്പിച്ചിട്ടുള്ള മതാണ് ഇസ്ലാം. ഒരിക്കലുമല്ല. ഇസ്ലാം ഒരിക്കലും വാളുകൊണ്ട് പ്രചരിച്ചിട്ടില്ല. വാളുകൊണ്ട് പ്രചരിക്കാന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള അനുവാദം കിട്ടുന്നത് തന്നെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ്. അതിന്റെ മുമ്പേ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ യുദ്ധം ചെയ്തിട്ട് പേടിച്ചിട്ടൊന്നുമല്ല ആൾക്കാരങ്ങോട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമേ ഇല്ല എന്നുള്ളത് ഖുർആനിന്റെ തത്വമാണ്. അപ്പൊ ഇങ്ങനെ ഈ ഖതീബ് ഇങ്ങനെ ഈ വാള് പിടിക്കുന്നതിൽ ഇസ്ലാം ദീന് വാളുകൊണ്ടാണ് നിലനിർത്തപ്പെട്ടത് എന്നതിലേക്ക് ഒരു സൂചനയുണ്ട്, ഇശാറത്തുണ്ട് എന്നുപോലും ചില കിതാബുകളിൽ കാണാം. അതൊന്നും ശരിയല്ല എന്നാണ് പ്രവാചകന്റെയും സഹാബാ കിറാമിന്റെയും ഒക്കെ ഇസ്ലാമിക പ്രചരണത്തിന്റെ ചരിത്രഗതികൾ മനസ്സിലാക്കിയാൽ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം.